ഒരു ഭാഗത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് BJPയും RSSും സ്വദേശി ജാഗരൺ മഞ്ച് ഉണ്ട്. അതായത് ദേശീയ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ചൈനീസ് ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന BJPയുമായിട്ടോ RSSുമായും ബന്ധപ്പെട്ട് ചൈനീസ് പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ വരണം. കാരണം അവരുടെ ഇലക്ട്രിക് കാറുകൾ, ഈ ചൈനീസ് ഇലക്ട്രിക് കാറുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമുണ്ട് ടെസ്ല വരുന്നതുമായി ബന്ധപ്പെട്ട് ഇത്ര ശതമാനം ടാരിഫ് റെഡ്യൂസ് ചെയ്യുന്നു, ഇത്ര ശതമാനം ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നു, ഇത്ര വർഷത്തേക്ക്. പിന്നീട് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ രീതിയിൽ മാസീവായിട്ട് മാനുഫാക്ചർ ചെയ്യുകയും അത് ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്ചറും ചെയ്താൽ, ഞാനൊരു കാര്യം തീർത്തും പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചൈനീസ് കാറുകളാണ്, ടെസ്ലയല്ല. അവരത് ക്യാപ്ചർ ചെയ്തു. അതായത് ചൈനീസ് ഇലക്ട്രിക് കാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം 25 വർഷത്തെ പാരമ്പര്യവും എക്സ്പീരിയൻസും റിസർച്ചും അവർക്കുണ്ട്. ഇന്ത്യയിൽ ഈ പറയുന്ന ഇലക്ട്രിക്കിൻ്റെ ഫുൾ സ്വിങ് ആയിട്ട് റിസർച്ചും പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് 10 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ടാറ്റയുടെ ആണെങ്കിലും മറ്റു പല മാനുഫാക്ചേഴ്സും, അതായത് ജാപ്പനീസ് അല്ല മറ്റുള്ള ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസിന് നിരന്തരമായിട്ട് കംപ്ലൈൻ്റ് ഉള്ളത്. പക്ഷേ ചൈനീസ് കമ്പനികൾക്ക് ഈ കംപ്ലൈൻ്റ് ഇല്ല. അതേപോലെ തന്നെ അവരുടെ ബാറ്ററി ആണെങ്കിൽ, അതായത് ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്ത ചില കാറുകളുടെയൊക്കെ ഫീച്ചേഴ്സ് വരാൻ തുടങ്ങി. അത് ഏകദേശം 1000 മുതൽ 1500 കിലോമീറ്റർ ദൂരം വരെ ഓടും. അതായത് ഫ്യൂച്ചറിൽ ആ രീതിയിൽ ചൈനീസ് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റ് കയറി അടിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലുണ്ടാക്കുന്ന മാനുഫാക്ചറിങ്, അതായത് കാറിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സാധനം ചൈന മുഴുവനുമായിട്ട് ക്യാപ്ചർ ചെയ്യും. അതിനുവേണ്ടി ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുണ്ട് വരുന്ന സമയത്തും ഇന്ത്യയുടെ കൺസ്യൂമേഴ്സ്, അതായത് സ്വദേശി ജാഗരൺ മഞ്ചും മേക്കിംഗ് ഇന്ത്യ അതൊക്കെ മാറ്റിവെച്ചിട്ട് ചൈനീസ് പ്രോഡക്റ്റുകൾ കൂടുതൽ വാങ്ങണം. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംഭവങ്ങളും ചൈനീസ് ഡെലിഗേഷൻ വരികയും ഇതേപോലെയുള്ള RSS മീഡിയയും BJP മീഡിയയും അവരെ ചൈന ലാൻഡ് തിരിച്ചു തന്നൊന്നും മറ്റുള്ള പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. കാരണം ചൈനയ്ക്ക് പോസിറ്റീവായിട്ട് ഇന്ത്യയിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം.